ഇപ്പോൾ വിഴിഞ്ഞത്തെ ഈ ഓഹരി കൈമാറ്റം എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു കേരളത്തിൻ്റെ ഒരു നേട്ടമായി കാണണോ അതോ അതൊരു വെറും ഓഹരി കൈമാറ്റമായി കാണണോ എന്ന കാര്യത്തിലുള്ള ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ് ബേസിക്കായിട്ട് ഈ LDFും UDFും തമ്മിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമതായിട്ട് LDFിൻ്റെ കാലത്ത് ഇത് ആരംഭിച്ചു, അതിനുള്ള നീക്കങ്ങൾ നടന്നു, അത് വിജയത്തിലെത്തുകയാണ് എന്ന പ്രതീതി ആദ്യം സൃഷ്ടിക്കാൻ ഈ വാർത്ത വന്ന സമയത്ത് ദേശാഭിമാനി ശ്രമിച്ചിരുന്നു. ദേശാഭിമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത വരുന്നത് കേവലം ഒരു എന്താ പറയുക, അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ജേർണലിസ്റ്റിന് മനസ്സിൽ തോന്നിയ കാര്യം എഴുതി വിടുക എന്നുള്ളതല്ല. അതങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനെ വരിക. ആ വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇപ്പോൾ പിന്നെ ആ വാർത്ത വരുന്നു, ഈ MSC കമ്പനി നല്ല നിക്ഷേപം നടത്താൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത വരുമ്പോൾ നമുക്കത് ഈ UDF സർക്കാരിൻ്റെ ഒരു നേട്ടമായി അത് ആഘോഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് വിട്ടുകൊടുക്കണ്ട, അത് നമ്മളുടെ നേട്ടമാണെന്ന് നമുക്ക് പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത അങ്ങനെ വരുന്നത്. ആലോചിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നു. അതിന് അടിസ്ഥാനപരമായിട്ട് അതിന് പിൻബലമായിട്ടുള്ളത് എന്താണ്? തിരുവനന്തപുരത്ത് നടന്ന കോൺക്ലേവിൽ ഈ MSC കമ്പനി പങ്കെടുക്കുന്നു. ആ പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ നിക്ഷേപം വരുന്നത് എന്ന നിലയിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ നോക്കൂ, പിറ്റേ ദിവസം സഭയിൽ മുൻ മുഖ്യമന്ത്രി ഇത് തിരുത്തി പറഞ്ഞതോടുകൂടി ആ വാർത്ത അങ്ങ് ഇല്ലാതാവുകയാണ്. അത് സൈറ്റിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വാർത്ത അടുത്ത ദിവസം പത്രത്തിൽ വരികയും ചെയ്യുന്നു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, അത് നമ്മളാണ് ആ വാർത്ത ഇന്ന് ആദ്യം ബ്രേക്ക് ചെയ്തത്. ജൂൺ 5 ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു, MSC കമ്പനി വരുന്നു, അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് കാണേണ്ടത് എന്ന നിലയിലുള്ള വാർത്ത വന്നിരുന്നു എന്ന്. അപ്പോൾ ജൂൺ 5 തന്നെ ആ വാർത്ത ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അവർ ജൂൺ 20 വാർത്തയും നൽകിയിരുന്നത് എന്നാണ്. അതായത് LDF സർക്കാരിൻ്റെ കാലത്ത് MSC കമ്പനിയുടെ വരവിനെ പൊതുവിൽ കണ്ടിരുന്നത് അത് കേരളത്തിന് വലിയൊരു നേട്ടമായിട്ട് മാറാൻ പോകുന്നു എന്ന് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ആ ജൂൺ 5 വാർത്ത അങ്ങനെ ഉണ്ടാവില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ജൂൺ 5 വാർത്ത അവർ വരുന്നു എന്ന നിലയിലല്ലായിരുന്നുവെങ്കിൽ ആ വാർത്ത ഒരു കാരണവശാലും ദേശാഭിമാനിയിൽ വരാൻ പോകുന്നില്ല. അത് മാതൃഭൂമിയിൽ വരുമായിരുന്നു, എക്കണോമിക് ടൈംസിൽ വരുമായിരുന്നു, ദേശാഭിമാനിയിൽ വരുമായിരുന്നില്ല. അപ്പം അന്ന് കണ്ടിരുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് ജൂൺ 20 പ്രസിദ്ധീകരിച്ച വാർത്തയും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒന്നിൻ്റെ തുടർച്ചയാണ്. അപ്പം അങ്ങനെ കാണണം എന്നുള്ളതായിരുന്നു LDF അതിനെ കണ്ടിരുന്നത്, സർക്കാർ LDF ആയിരുന്നെങ്കിൽ. പക്ഷേ സർക്കാർ മാറിയപ്പോൾ അതിനോട് ആ സമീപനം പറ്റില്ല എന്നതാണ് CPM രാഷ്ട്രീയമായി തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ആ പ്രോജക്റ്റിന്റെ സ്വഭാവം മാറിയതായിട്ട് പിന്നീട് അവർ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ആണ് ഇതിൽ LDFനെ നയിച്ചത്, അല്ലെങ്കിൽ CPMനെ നയിച്ചത്, വസ്തുതയല്ല. അത് നമ്മളത് കാണണം. അതാണ് അതിന്റെ പ്രശ്നം. അവർ ഭരിക്കുന്ന കാലത്ത് അതൊരു നേട്ടമായിട്ടും UDF വന്നു കഴിഞ്ഞ ഉടനെ അതൊരു എന്താ പറയാ, അത് വലിയൊരു കച്ചവടമായിട്ടും അതിനെ മറ്റൊരു രീതിയിലും ഒക്കെ കാണുന്ന സമീപനം അങ്ങനെ ഉണ്ടായതാണ്. അതിൽ സതീശൻ പറയുന്നതിനകത്ത് ന്യായമുണ്ട്, തീർച്ചയായിട്ടും ന്യായമുണ്ട്. ആ കാലത്ത് തന്നെ തുടങ്ങിയത് മാത്രമല്ല, ഈ സർക്കാർ വന്നതിന് ശേഷം എന്താണ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൊരു നീക്കം? ഷെയർ വിറ്റോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഷെയറൊന്നും പോയിട്ടൊന്നുമില്ല. അതിന് കൃത്യമായ നിലപാടെടുത്തു. ഞങ്ങളെ അറിയിച്ചില്ല, ഞങ്ങളെ അറിയിക്കാതെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. മാത്രമല്ല, സെബിയിലേക്ക് ഇതിൽ ആദ്യം നടന്ന ഒരു സംഗതി എന്താണ്? ഈ അദാനി ഈ കാര്യം ആദ്യം അറിയിക്കുന്നത് സെബിയാണ്. അപ്പൊ സെബിയെ അറിയിക്കണം എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ നടപടിക്രമവും. അത് നടക്കുന്നതിന് മുമ്പാണ് ഈ വാർത്തകളൊക്കെ വന്നിരുന്നതെന്ന് ഓർക്കണം. അപ്പൊ അതായത് ആ ഇടപാടുകൾ ഇപ്പോൾ 1 വർഷം മുമ്പേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, സതീശൻ പറയുന്നുണ്ട്, അത് നമുക്കറിയില്ല. പക്ഷെ എന്നാൽ തന്നെയും ആ ഇടപാട് LDF സർക്കാരിന്റെ കാലത്ത് ആ നെഗോസിയേഷൻസ് പ്രോസസ്സിലേക്ക് ഏതെങ്കിലും തരത്തിൽ കടന്നിട്ടുണ്ട്. അത് ലീക്കായതാണ് അന്നത്തെ വാർത്തകളായി മാറിയത് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഇതിൽ UDF സർക്കാരിനെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് അതിൽ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ സതീശൻ എടുത്ത നിലപാട് ശരിയാണ്. പിന്നെ MV ഗോവിന്ദൻ എന്താ പറയാ, മറ്റു പത്രങ്ങളിൽ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ വാദം ശരിയാണ്. പക്ഷേ ദേശാഭിമാനി അത് പ്രസിദ്ധീകരിച്ചത് ശരിയായില്ല, അന്ന് ആ വാർത്ത കൊടുത്തത് ശരിയായില്ല, പിന്നെ ജൂൺ 20 ഈ വാർത്ത കൊടുത്തത് ശരിയായില്ല എന്നൊന്നും പറഞ്ഞിട്ട് ദേശാഭിമാനി അതിൽ പ്രതികൂട്ടിയിൽ കയറ്റിയിട്ട് കാര്യമില്ല. അന്ന് ആ പ്രോജക്റ്റിനെ അവരന്ന് കണ്ടിരുന്നത് അത് കേരളത്തിന് വരാൻ പോകുന്ന വലിയൊരു നിക്ഷേപമായിട്ട് അവതരിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സാഹചര്യം അങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തുടർ ഭരണമാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് അതേപടി തുടരുമായിരുന്നു. ആ കാഴ്ചപ്പാട് അതേപടി തുടരുകയും അത് വലിയ നേട്ടമായിട്ട് ഇപ്പോഴും ഉദ്ഘോഷിക്കുന്ന സാഹചര്യം ദേശാഭിമാനിക്കും അതുപോലെ തന്നെ ഈ പാർട്ടിക്കും LDFനും ഒക്കെ ഉണ്ടാവുമായിരുന്നു തന്നെയാണ് ഞാൻ കാണുന്നത്.